ഹലോ മച്ചന്മാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കടന്നു വന്നത് ചേതക് പ്രീമിയത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. നമുക്ക് കൂടുതൽ സമയം കളയാതെ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഇതിനു മുമ്പ് ചേതകിന്റെ അർബന്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള പ്രീമിയാണ്. ഇതിൽ ഒറ്റ ലുക്കിൽ അർബന്റെ അതേ ലുക്ക് തന്നെയാണെങ്കിലും കുറച്ച് മൈനർ ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ അവർ വണ്ടിയിൽ വരുത്തിയിട്ടുള്ളൂ. പക്ഷേ മേജറായിട്ട് വണ്ടിയുടെ റേഞ്ചിലും വണ്ടിയുടെ പെർഫോമൻസിലുമാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. നമുക്ക് എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വിശേഷങ്ങൾ തുടങ്ങാം. നമ്മുടെ ഫ്രണ്ടിലത്തെ വിശേഷങ്ങൾ തനി അർബന്റെ അതേ ലുക്കാണ്. പക്ഷേ ഒരു മാറ്റം ഇവിടെ വരുത്തിയേക്കുന്നത് അർബനിൽ ഇവിടെ ഒരു ക്രോം സർക്കിൾ ആയിരുന്നു നമുക്ക് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ആണ് കൊടുത്തേക്കുന്നത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. പിന്നെ പഴയ പോലെ തന്നെ രണ്ട് ഡ്യുവൽ ചേമ്പർ ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് വിത്ത് DRLs ആണ് നമ്മുടെ ഹെഡ്ലാമ്പ് യൂണിറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പം നമുക്കിവിടെ ചേതകിന്റെ എഴുത്തെ നമ്പർ പ്ലേറ്റ്, ഇവിടെ ഒരു നമ്മുടെ വിൻഡിന്റെ ഒരു ടണൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് LED ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടിക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന MRFന്റെ 90-90-12 ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. അത് നമുക്ക് ഫ്രണ്ടിലും കൊടുത്തേക്കുന്ന അലോയ് വീൽസ് ആണ്. പിന്നെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ സിംഗിൾ സൈഡ് സസ്പെൻഷൻ ആണ് വണ്ടിക്ക് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം ഫൈബർ പാർട്സ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലത്തെ വെൻഡർ ഫൈബർ ആണ്, പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫൈബർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് മെറ്റലാണ് വരുന്നത്. ഇനി വണ്ടിയുടെ സൈഡിലത്തെ ബാക്കിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ സൈഡൊക്കെ നോക്കുമ്പോഴത്തേക്കും പഴയ ചേതകിന്റെ അർബൻ ഏകദേശം അതേ ലുക്കൊക്കെ തന്നെയാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളുമില്ല. പിന്നെ നമുക്ക് ഫുട്ബോർഡ് നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ഫുട്ബോർഡ് നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിലൊരു നമുക്കൊരു മാറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ചേതകിന്റെ ഒരു എഴുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ LED ബ്രേക്ക് ലാമ്പ്, നമ്മുടെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് ആൻഡ് ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള സിസ്റ്റം, പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ആയിട്ട് റിഫ്ലക്ടർ, നമ്പർ പ്ലേറ്റ്, പിന്നെ നമ്മുടെ മോട്ടറിന്റെ ഒരു കവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചേതകിന്റെ ഒരു സിമ്പിളും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പിന്നെ നമ്മുടെ ബാക്കിലത്തെ വിശേഷങ്ങൾ വന്നേക്കുന്നത്. പിന്നെ നല്ലൊരു ഗ്രാബ് ഹാൻഡിൽ നമുക്കിവിടെ പിടിച്ചിരിക്കുന്നത് ഒരു മെറ്റലിന്റെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് വന്നേക്കുന്നത് നമ്മുടെ അർബനയില് നമുക്ക് വന്നേക്കുന്നത് സിംഗിൾ ടോൺ കളർ ആയിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഡുവൽ ടോൺ കളർ സീറ്റ്സ് ആണ് നമുക്ക് ചേതക്കാർ ഇപ്പം പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. അത്യാവശ്യം കംഫർട്ടബിളും കുഷ്യനും കൊടുക്കുന്ന ഒരു സീറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചേതക്കിന്റെ മീറ്ററും സ്വിച്ചസിലേക്കുള്ള വിശേഷങ്ങളിലേക്ക് എടുക്കാം. ഇവിടെയാണ് ചേതക്ക് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം കൊണ്ടുവന്നേക്കുന്നത് ലുക്ക് ആൻഡ് ഫീലില്. നമുക്ക് നോക്കാം. നമുക്ക് ചേതക് അർബനിൽ ഉണ്ടായിരുന്ന അതേ ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുക്കുന്നത്. കീലെസ് എൻട്രി. നമുക്ക് ഈ കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വണ്ടി ഓണാക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടുത്തെ പോലെ ഇവിടുത്തെ കീയെ നമ്മൾ ഞെക്കുക, ഒരു സൗണ്ടോട് കൂടി മീറ്റർ ഫുൾ ഓൺ ആയി വരും. നമുക്ക് ചേതക്കിന്റെ സിമ്പിൾ കാണാം. ഇവിടെ വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കാണാം. ഒരു കളർഫുൾ TFT ആണ്, 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് ഇപ്പൊ വണ്ടി കൊടുത്തേക്കുന്നത്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റത്തെ ഇൻഡിക്കേറ്റർ, ഡിമ്മർ, ബ്രൈറ്റ്, പിന്നെ നമ്മുടെ ഹോണ്, പിന്നെ നാവിഗേഷൻ, പിന്നെ ബാക്ക് ബട്ടൺ, പിന്നെ റൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് റിവേഴ്സിന്റെ സ്വിച്ച്, റൈറ്റിലത്തെ ഇൻഡിക്കേറ്റർ, സെറ്റ് ബട്ടൺ, ജോയ്സ്റ്റിക്ക്, ഡ്രൈവ്, പിന്നെ ഡിക്കി തുറക്കാനും ബൂട്ട് സ്പേസ് തുറക്കാനുള്ള സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഓണും ഓഫും നോക്കാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്വിച്ചസ് എല്ലാം സെൽഫ് ഇലുമിനേറ്റിംഗ് ആണ്. ഒരു ബാക്കിൽ നമുക്ക് എപ്പോഴും ഒരു ലൈറ്റ് തെളിഞ്ഞ് ഇതിന് നിൽക്കുന്നതായിരിക്കും. ഇതാണ് സ്വിച്ചസിന്റെ വിശേഷങ്ങൾ. നമുക്ക് മീറ്റർ തെളിഞ്ഞ് വന്ന ഒരു 5 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമുക്ക് വാർണിംഗ്സ് സിമ്പിൾസ് എല്ലാം കാണിക്കാം. പിന്നെ ഒരു വെൽക്കം സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ SOC കൊടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് മ്യൂസിക്, പിന്നെ നമ്മുടെ ഇവിടുത്തെ കൺട്രോൾ യൂണിറ്റ്സ്, പിന്നെ വണ്ടി ന്യൂട്രലാണെന്നുള്ളത്. ഇത്രയും ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ആ ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ നാവിഗേഷൻ ബട്ടൺസ് ഉപയോഗിച്ച് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം. നമുക്ക് നാവിഗേഷൻ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്പ്ലേ ഇൻഫർമേഷൻസ് ഉണ്ട്, പിന്നെ ബ്ലൂടൂത്തിന്റെ ഇൻഫർമേഷൻസ് ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്, വെഹിക്കിൾ ഇൻഫർമേഷൻ ഉണ്ട്. ഇത്രയാണ് ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ സെറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഓരോന്നിൻ്റെ അകത്തും കയറാം. അപ്പം നമ്മുടെ വെഹിക്കിൾ ഇൻഫർമേഷനിൽ കയറുവാണെങ്കിൽ വണ്ടിയുടെ സർവീസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, കിലോമീറ്റർ എത്ര ആയിട്ടുണ്ടെന്ന്, പിന്നെ എബൌട്ട് കൊടുത്തിട്ടുണ്ട്, ട്രിപ്പ് ഇൻഫർമേഷൻസ്, ഇങ്ങനെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റേത് നമ്മുടെ അർബനിൽ നേരത്തെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ആയിരുന്നു ഇതെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഇതിപ്പം വണ്ടിക്കകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മേജർ അപ്ഗ്രേഡ് നമുക്ക് വണ്ടിക്ക് വരുത്തിയിട്ടുണ്ട്. ചേതക് അർബനിൽ ഉണ്ടായിരുന്ന ഈ ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ പ്രീമിയത്തിലും അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് നമ്മുടെ ബ്രേക്ക് ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച്. അതിപ്പോഴും ഇവിടെ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. നല്ലൊരു ഫീച്ചർ ആയിരുന്നു. പിന്നെ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ഫ്രണ്ടിലത്തെ ഗ്ലോ ബോക്സ് തുറക്കാം. ഒറ്റ ഞെക്കിൽ നമുക്ക് ഗ്ലോ ബോക്സ് തുറന്നു വരും. അത്യാവശ്യം ഒരു മൊബൈലൊക്കെ ഇവിടെ ഹോൾഡ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാണാം. പിന്നെ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോയിന്റ് നമുക്കിവിടെ കാണാം. പിന്നെ ഇതേ സ്വിച്ച് തന്നെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഡിക്കി തുറക്കാൻ പറ്റും. ഡിക്കിക്ക് അവരൊരു മേജർ അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. 18 ലിറ്റർ സ്റ്റോറേജിന് 22 ലിറ്റർ സ്റ്റോറേജിലോട് വിടുന്നത്. അവർ പറയുന്ന ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റുമെന്നാണ്.
പിന്നെ നമുക്ക് പഴയ പോലെ തന്നെ ചാർജിങ്ങിന് നമുക്ക് ബാക്കിൽ തന്നെ സീറ്റ് തുറന്നിട്ടാണ് ചാർജിങ് ചെയ്യേണ്ടത്. ചാർജിങ്ങിന്റെ പോർട്ട് നമുക്ക് ഇവിടെ കാണാം. പിന്നെ ചാർജറിലെ ഡിഫറൻസ് ഒന്നും വരത്തില്ല, പഴയ അതേ ചാർജർ തന്നെയാണ്. പക്ഷേ നമുക്ക് ബാറ്ററിയിലും റേഞ്ചിലും വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ 90 കിലോമീറ്റർ റേഞ്ചിൽ നിന്ന് വണ്ടിക്ക് ഇപ്പോൾ 125 കിലോമീറ്റർ ട്രൂ റേഞ്ച് നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ 2.89 kWh ബാറ്ററിയിൽ നിന്ന് 3.3 kWh ബാറ്ററിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് റേഞ്ചിൽ അത്യാവശ്യം ഡിഫറൻസ് വന്നേക്കുന്നത്. നമുക്കിത് പഴയ കീ സൗണ്ട് ഇപ്പോഴും ഉണ്ട്. നമുക്ക് പഴയ പോലെ തന്നെ ഹൈഡ്രോളിക് ആയിട്ട് വന്നിട്ടാണ് എപ്പോഴും സീറ്റ് അടയുന്നത്, കണ്ടില്ലേ? അത് അടച്ചു കഴിയുമ്പോഴത്തേക്ക് ആ സൗണ്ടും അങ്ങ് പോയി. ഇതൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയുടെ എടുത്തു പറയേണ്ട വിശേഷങ്ങൾ. നമ്മുടെ ചേതക് അർബനിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സോളിഡ് ഡ്രൈവ് ടെക്നോളജിയാണ് ഇപ്പോഴും ബജാജ് യൂസ് ചെയ്യുന്നത്. ബജാജിന്റെ പേറ്റന്റ് ടെക്നോളജിയാണ്. പിന്നെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 64 km/h നിന്ന് 73 km/h വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഈ മോഡലിൽ. ചേതക് പ്രീമിയം ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ അവരൊരു പുതിയൊരു സർവീസും കൂടെ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. 5 കൊല്ലത്തേക്ക് 9,000 രൂപയ്ക്ക് ടെക് പാക്ക് എന്ന് പറഞ്ഞ ഒരു പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ജിയോ ഫെൻസിങ് കിട്ടുന്നുണ്ട്, നാവിഗേഷൻ കിട്ടുന്നുണ്ട്, ഗൂഗിൾ മാപ്സ് കിട്ടുന്നുണ്ട്, ഹിൽ ഹോൾഡ് കിട്ടുന്നുണ്ട്. ഇങ്ങനത്തുള്ള ഫീച്ചേഴ്സിന് നമുക്ക് ഫസ്റ്റ് മന്ത് ഫ്രീ ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഈ പാക്ക് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5 കൊല്ലത്തേക്ക് 9,000 രൂപയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സർവീസ് ആയിട്ട് ഫസ്റ്റ് മന്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ വണ്ടിയുടെ ബാറ്ററി കപ്പാസിറ്റിയിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജിങ് ടൈം ഇപ്പോഴും 4 മണിക്കൂർ തന്നെയാണ്. പിന്നെ ഈ വണ്ടി പഴയ പോലെ തന്നെ 3 കളറിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബ്ലൂ, ഹെസൽനട്ട് എന്ന് പറഞ്ഞ കളർ. ഈ 3 കളേഴ്സിൽ വണ്ടി അവൈലബിൾ ആണ്. പിന്നെ കോട്ടയത്തെ വണ്ടിയുടെ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് വെച്ചാൽ 1.35 ഓൺ റോഡ് എന്ന് പറഞ്ഞാൽ 1.52. നമുക്ക് 7 ഡേയ്സ് കൊണ്ട് വണ്ടി ഡെലിവറി എടുക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ചേതക് പ്രീമിയത്തിന്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ വണ്ടി തന്നെ സഹായിച്ച നമ്മുടെ കോട്ടയത്തെ റോയൽ ബജാജ് ആണ്. അവരാണ് കോട്ടയത്തെ നമ്മുടെ ഓതറൈസ്ഡ് ഡീലർഷിപ്പ്. പിന്നെ നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്ത നമ്മുടെ ഷാനിച്ചേട്ടനോട് ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. അപ്പം ഇതൊക്കെയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.